നമസ്തേ. നവഭാരത് ബഹ്റൈൻ്റെ ലെറ്റ്സ് മീറ്റ് ദ കാൻഡിഡേറ്റ് എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പവിഴദ്വീപിൽ കഴിഞ്ഞ 4 വർഷമായി കലാ സാംസ്കാരിക മേഖലയിലും പോരാത്തതിന് ഭാരതത്തിൻ്റെ സംസ്കാരവും പൈതൃകവും അടുത്ത തലമുറയ്ക്ക് പങ്കുവയ്ക്കാൻ, പഠിപ്പിക്കാൻ ഒരു വലിയ പങ്ക് വഹിച്ചത് നവഭാരത് ബഹ്റൈനാണ്. കേരളത്തിലെ ഇലക്ഷൻ നടക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്നറിയുവാൻ കുറച്ച് നാളുകൾ മാത്രം. BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഈ ഇലക്ഷനിൽ വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. BJP സ്ഥാനാർത്ഥികളെ നമുക്ക് പരിചയപ്പെടാം. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് അമ്പലപ്പുഴയിലെ ശ്രീ അനൂപ് ആൻ്റണിയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയ ശ്രീ അനൂപ് ആൻ്റണിജിക്ക് ആദ്യമായി സ്വാഗതം. അതേപോലെ തന്നെ ഇത്രയും ഷോർട്ട് നോട്ടീസിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചതിന് ഒരു ബിഗ് താങ്ക് യു. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാം. ശ്രീ അനൂപ് ആൻ്റണി. നമസ്തേ. നവഭാരത് ബഹ്റൈൻ്റെ മീറ്റ് ദി കാൻഡിഡേറ്റ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ അവതാരകൻ ശ്രീ രാജീവ് നായർജി ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ കൂട്ട് ഇന്ന് നമ്മുടെ അമ്പലപ്പുഴ കാൻഡിഡേറ്റ് NDA കാൻഡിഡേറ്റ് ശ്രീ അനൂപ് ആൻ്റണി ജോസഫ്. ലെറ്റ്സ് ഇൻട്രാക്ട് വിത്ത് ഹിം. ലെറ്റ്സ് നോ വാട്ട് ഹി ക്യാൻ give for Ambalappuzha, how he can solve the problems of Ambalappuzha. Let's welcome Shri Anup Antony. Namaskaram. Namaskaram. Sir, ഇപ്പം അനൂപ് ജി ഒരു 12 days ആയെന്ന് തോന്നുന്നു election campaignലേക്ക് ഇറങ്ങിയിട്ട്. So how do you feel the pulse of Ambalappuzha? To put it in very simple words, Ambalappuzha is changing. ഈ പ്രാവശ്യം അമ്പലപ്പുഴയിലൊരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. അതായത് കാലങ്ങളായിട്ട് അമ്പലപ്പുഴയിലെ ജനങ്ങൾ 2 മുന്നണികളെയും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇവിടെ MLA ആയിട്ട് ജയിച്ചു പോയത് ശ്രീ സുധാകരൻ സാറായിരുന്നു, സുധാകരൻ. അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയുമായിരുന്നു. ആ ഒരു പരീക്ഷണവും അവർ നടത്തി നോക്കി. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ അമ്പലപ്പുഴയിലെ ജനങ്ങൾക്ക് ഈ 2 മുന്നണികളെയും they have realized they are just 2 sides of the same coin. ആ ഒരു റിയലൈസേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റിയലൈസേഷൻ ഉണ്ടായിരിക്കുന്നത് കൊണ്ട് ഈ പ്രാവശ്യം അമ്പലപ്പുഴയിലെ ജനങ്ങൾ സത്യം പറഞ്ഞാൽ എനിക്ക് പിടികിട്ടിയത് വെൻ ദേ ഹാവ് സീൻ മീ ആസ് എ ഗുഡ് കാൻഡിഡേറ്റ്, സോ ദേ ആർ ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട് എ ചേഞ്ച്. ഈ പ്രാവശ്യം അതുകൊണ്ട് അമ്പലപ്പുഴ ഒരു മാറ്റം വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അമ്പലപ്പുഴ ഈ പ്രാവശ്യം BJPയുടെ ഒരു താമര വിരിയാൻ പോകുന്ന ഒരു മണ്ഡലമായിരിക്കും. ലെറ്റ്സ് വിഷ് യു ദ ബെസ്റ്റ്. താങ്ക് യു. പിന്നെ ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് ഇൻ ഗെറ്റിംഗ് ഡെവലപ്മെൻറ്റ് ടു കേരള എങ്ങനെയായിരിക്കും? അതൊരു വലിയ ചാലഞ്ചാണ്. ഡെവലപ്മെൻറ്റ് കേരളത്തിലോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ ബിഗ് ചാലഞ്ച്. അത് എങ്ങനെ സോൾവ് ചെയ്യാൻ? നമ്മളീ പറയുന്നത് പോലെ അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ചലഞ്ച് അല്ല കേരളത്തിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക എന്ന് പറയുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ വാട്ട് ഈസ് മിസ്സിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷൻ ഈസ് മിസ്സിങ്. കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എന്താണ് ആവശ്യം, അത് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു വിഷൻ മിസ്സിങ് ആണ്. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം 2000 മുതൽ ഇങ്ങോട്ട് നിരവധി പ്രൊഫഷണൽ കോളേജുകൾ വന്നു. എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ കോളേജ് ഒത്തിരി വന്നു. ലാക്സ് ഓഫ് പീപ്പിൾ, സ്റ്റുഡൻസ് ഇവിടുന്ന് പഠിച്ചിട്ടിറങ്ങി. തൗസൻഡ്സ് ആൻഡ് ലാക്സ് ഇവിടുന്ന് പല പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസുകളൊക്കെ പഠിച്ചിട്ടിറങ്ങി. അൺഫോർച്യുനേറ്റ്ലി പഠിച്ചിട്ടിറങ്ങി കഴിയുമ്പോൾ അവർക്ക് കേരളത്തിൽ തൊഴിൽ നോക്കുമ്പം കേരളത്തിൽ തൊഴിൽ അവർക്ക് ലഭിക്കുന്നില്ല. സോ ദേ വാട്ട് ഈസ് ദർ ഓപ്ഷൻ ലെഫ്റ്റ്? അവർക്ക് ബാംഗ്ലൂരിലേക്കും നമ്മൾ ഒരു കാലത്ത് കളിയാക്കി വിളിച്ചിരുന്ന തമിഴ്നാട്ടിലേക്കും ഒക്കെ പോകേണ്ട ഒരവസ്ഥ കേരളത്തിൽ ഇന്നും അത് തന്നെയാണ് സ്ഥിതിവിശേഷം. അതെല്ലാം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഗൾഫ് നാടുകളിലേക്ക് പോകേണ്ട അവസ്ഥ. ഒരു വിഷനുള്ള ഗവൺമെൻറ്റുകൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്രയും പ്രൈവറ്റ് കോളേജുകളൊക്കെ ഇവർ പ്രൊമോട്ട് ചെയ്തില്ലേ, അവർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഒരു കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടിറങ്ങുന്ന ഒരു വിദ്യാർത്ഥി, ആ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടിറങ്ങുന്ന വിദ്യാർത്ഥിക്ക് ഒരു തൊഴിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനി വേണം. ഇന്ത്യയിൽ ഇത്രയും സോഫ്റ്റ്വെയർ കമ്പനികൾ, ബാംഗ്ലൂർ എന്ന് പറയുന്ന ഒരു സിറ്റി നമ്മുടെ കൺമുമ്പിലാണ് ഡെവലപ്പായത്. ഈ ബാംഗ്ലൂരിലുണ്ടായിരുന്ന സോഫ്റ്റ്വെയർ പാർക്ക് കാലാകാലങ്ങളായി നിലനിന്നൊന്നും അല്ലല്ലോ. ഇറ്റ്സ് എ ഫിനോമിനൻ ദാറ്റ് ഹാസ് ഹാപ്പൻഡ് ഇൻ ലാസ്റ്റ് 20 years. എന്തുകൊണ്ടത് കേരളത്തിലുണ്ടായില്ല? വെൻ കേരള ഹാഡ് ഓൾ ദ റിസോഴ്സസ് ആൻഡ് പൊട്ടൻഷ്യൽ ആൻഡ് ഫേവറബിൾ കണ്ടീഷൻസ്, എന്തുകൊണ്ട് കേരളത്തിലുണ്ടായില്ല?
ബിക്കോസ് ഇവിടെ ഒരു ലീഡർഷിപ്പ് അങ്ങനെ ഒരു വിഷൻ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട് ബാംഗ്ലൂർ ഇന്ന് ഇന്ത്യൻ IT ഇൻഡസ്ട്രിയെ ഡൊമിനേറ്റ് ചെയ്യുന്നു? പക്ഷേ ആ ബാംഗ്ലൂരിലെ IT ഇൻഡസ്ട്രി ഡൊമിനേറ്റ് ചെയ്യുമ്പോഴും അതിലെ ആ സോഫ്റ്റ്വെയർ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നതിൽ മെജോറിറ്റി ആളുകളും കേരളത്തിൽ നിന്ന് പോകുന്ന ഗ്രാജുവേറ്റ്സ് ആണ്. അവരെന്തുകൊണ്ട് കേരളത്തിൽ ഇരുന്നുകൊണ്ട് കേരളത്തിന് റവന്യൂ ജനറേറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിന് ഇൻകം നേടിക്കൊണ്ട് കേരളത്തിൽ ഇരുന്നുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല? സിമ്പിൾ. ഒരു ചെറിയ എക്സാമ്പിൾ കൂടെ പറയാം. കൂടുതൽ ഡീറ്റെയിലായിട്ട് ഞാൻ ഇതിലേക്ക് പോകുന്നില്ല. വിഷൻ ഇല്ലാത്തതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. കേരളം വളരെ വലിയ രീതിയിൽ കാർഷിക പ്രാധാന്യമുള്ള ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു. നമ്മുടെ ഇവിടെ കുട്ടനാട്, ഇപ്പം എൻ്റെ മണ്ഡലം കുട്ടനാടിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന മണ്ഡലം, ഈ ഒരു കാലത്ത് കേരളം എന്ന് പറഞ്ഞാൽ നെല്ലറ എന്ന് വിളിച്ചിരുന്ന ഒരു നാടായിരുന്നു. കുട്ടനാടെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ നെല്ലറ എന്ന് വിളിച്ചിരുന്നു. നെല്ലറ, അതായത് നമുക്ക് അത്രയും സ്വയം പര്യാപ്തത ഉണ്ടായിരുന്നു കാർഷിക രംഗത്ത്. പക്ഷെ ഇന്ന് ഒരു ഓണോ വിഷു വന്നു കഴിഞ്ഞാൽ തമിഴ്നാട്ടുകാരോ ആന്ധ്രക്കാരോ നമുക്ക് പച്ചക്കറി തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആഘോഷം മുടങ്ങിപ്പോകും എന്നുള്ളൊരു സ്ഥിതിവിശേഷത്തിൽ വന്നിരിക്കുകയാണ്. സത്യാവസ്ഥയല്ലേ? നമുക്ക് എന്തെങ്കിലും നമുക്കിവിടെ ആഹാര സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ അവിടുന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥ, അവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥ കൊണ്ടുവന്നു. വൈ? കേരളത്തിൽ നല്ല പൊട്ടൻഷ്യൽ ഇല്ലാഞ്ഞിട്ടല്ലായിരുന്നല്ലോ. ദാറ്റ്സ് ലാക്ക് ഓഫ് വിഷൻ. ഞാൻ 2 ചെറിയ എക്സാമ്പിളുകൾ പറഞ്ഞുള്ളൂ. അങ്ങനെ നിരവധി കാര്യങ്ങൾ എനിക്ക് എണ്ണി പറയാൻ പറ്റും. കേരളത്തിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ ഉള്ള എല്ലാ ഫേവറബിൾ കണ്ടീഷൻസ് ഉണ്ട്. യു ജസ്റ്റ് നീഡ് എ വിഷണറി പൊളിറ്റിക്കൽ ലീഡർ, ഒരു വിഷണറി ഗവൺമെൻറ്. അതിൻ്റെ ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. അത് നരേന്ദ്രമോദിജിയെ പോലൊരു വിഷണറി ലീഡറാണ് ഇന്ത്യ ഭരിക്കുന്നത്. BJPയുടെ എല്ലാ ചീഫ് മിനിസ്റ്റേഴ്സും വളരെ വിഷണറി ആയിട്ടുള്ള ചീഫ് മിനിസ്റ്റേഴ്സാണ്. അതുകൊണ്ട് ആ സംസ്ഥാനങ്ങളെല്ലാം ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. സെയിം തിങ് ഷുഡ് ഹാപ്പൻ ഇൻ കേരള ഓൾസോ. കേരളത്തിലും വിഷണറി ആയിട്ടുള്ള ലീഡർ കേരളത്തിൻ്റെ അധികാരത്തിൽ വരണം. അത് ഭാരതീയ ജനതാ പാർട്ടി കൂടെ സാധ്യമാവുകയുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ തന്നെ, ഇപ്പോൾ കേരളത്തിലെ പ്രവർത്തകർ തന്നെ ആഗ്രഹിക്കുന്നത് ഈ ശ്രീധരൻ കേരളത്തിന് മുഖ്യമന്ത്രി ആവണമെന്നാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഈ ശ്രീധരൻ മുഖ്യമന്ത്രി ആവണമെന്ന് പറയുന്നത്? കാരണം അദ്ദേഹത്തെ നോക്കുമ്പോൾ നമ്മൾ വിഷണറി ആയിട്ടുള്ള ലീഡറിനെയാണ് കാണുന്നത്. കേരളത്തിലെ ഇതുവരെ കണ്ടിട്ടുള്ള മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് ഈ ശ്രീധരൻ എന്ന് പറയുന്ന വിഷണറി ലീഡറാണ് മുഖ്യമന്ത്രി എങ്കിൽ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. It would be entirely different. Absolutely different. കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറും. കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാൻ വേണ്ടി പറയുമല്ലോ, സിംഗപ്പൂർ ആക്കി മാറ്റും എന്നൊക്കെ പറയാൻ പറഞ്ഞല്ലോ. ദാറ്റ് വിൽ ഹാപ്പൻ ഫോർ ഷുവർ, ഫോർ സർട്ടൺ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. വിഷൻ ഉള്ള ഒരു ഗവൺമെൻറ് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ മാറ്റങ്ങളെല്ലാം സ്വാഭാവികമായിട്ട് ഉണ്ടായിക്കോളും. അത് BJP കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. We hope E. Sridharan sir becomes the Chief Minister of Kerala. That would be like, it's like a dream come true for Keralites. If he becomes... Absolutely. Yeah, Absolutely. It would be like a dream come true. Absolutely. പിന്നെ അനൂപ്ജിൻ്റെ 12 ഡേയ്സിൻ്റെ ഇതിനകത്ത് one day was a black day for you. You got hit by your opponents. അവരോടൊക്കെ എന്താണ് അനൂപ്ജി പറയാൻ ഉദ്ദേശിക്കുന്നത്? മീൻസ് is that the way their politics or your way of politics is different? എങ്ങനെയാണ് അതിനെ അവരോട് വരെ, മീൻസ് how can you communicate to them that this is not the way to do politics? അതൊരു ബ്ലാക്ക് ഡേ ഒന്നുമല്ല. കാരണം ഞാൻ അങ്ങനെ ചെറിയ ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റ് കൊണ്ട്, ചെറിയതല്ല വലിയ ഇൻസിഡൻ്റ് ആയിരുന്നു, പക്ഷേ അങ്ങനെയുള്ള ഇൻസിഡൻറ്റ് കൊണ്ട് പതറുന്ന ആളോ അല്ലെങ്കിൽ അതുകൊണ്ട് ഭയപ്പെടുന്ന ആളോ ഒന്നുമല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അവരോട് സഹതാപമാണുള്ളത്. കാരണം അണയാൻ പോകുന്ന തീ ആളിക്കത്തു എന്ന് പറയുമല്ലോ. സത്യം പറഞ്ഞാൽ അതാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രസ്ഥാനം അണയാൻ പോകുന്ന ഒരു ഇത് മാത്രമാണ്. അതിൻ്റെ ഒരു ആളിക്കത്തിൽ മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അവരോട് സഹതാപമാണ് തോന്നുന്നത്. കാരണം എന്നെ സംബന്ധിച്ച് ഇന്ന് ഭാരതം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പ്രതിനിധി എന്ന രീതിയിൽ ഇവർ ഒരു കാരണത്തടിച്ചാൽ അതിന് മറുപടി കൊടുക്കാൻ അറിയാൻ വയ്യാനായിട്ടുള്ള കരുത്തില്ലാഞ്ഞിട്ടൊന്നുമല്ല. ആ ഭാഷയിൽ തന്നെ കൊടുക്കാനുള്ള കരുത്തുണ്ട്. ഇന്ന് എനിക്കും എൻ്റെ പാർട്ടിക്കും കരുത്തുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ രീതി അതല്ല. അവർ ആക്രമണം കാണിച്ചാൽ തിരിച്ചക്രമണം കാണിക്കുക എന്നുള്ളതല്ല സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും രീതി. പക്ഷേ എന്നിരുന്നാൽ പോലും ഡെമോക്രസിയിൽ അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. ഞങ്ങൾ അതുകൊണ്ട് വളരെ ശക്തമായിട്ട് തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടാകാനുള്ള അവസരങ്ങൾ അവർ ഒഴിവാക്കിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ കാണിക്കുന്ന സമയം ചിലപ്പോൾ പ്രവർത്തകർ കാണിച്ചെന്ന് വരത്തില്ല. അതുകൊണ്ട് തന്നെയും ഈ ഒരു ഇൻസിഡൻറ്റ് അതിൽ നിന്ന് അവർ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ രീതികൾ അവർ തിരുത്തണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് മറുപടി പറയാൻ പോകുന്നത് ഞങ്ങളായിരിക്കത്തില്ല, ഇതിന് മറുപടി പറയാൻ പോകുന്നത് ജനങ്ങളായിരിക്കും. അത് ജനാധിപത്യമായ രീതിയിലായിരിക്കും ഇതിന് മറുപടി അവരോട് പറയാൻ പോകുന്നത്. ഉറപ്പാണ്, എന്നോട് ചെയ്തതിന് ജനാധിപത്യമായ രീതിയിൽ ഇവിടുത്തെ അമ്പലപ്പുഴയിലെ ജനങ്ങൾ മറുപടി പറയും. നിരവധി അമ്മമാർ
നിരവധി സഹോദരിമാർ എല്ലാവരും എന്നെ കാണുമ്പോൾ ചോദിക്കുന്നത് സുഖമായോ, അല്ലെങ്കിൽ ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. വിച്ച് ഷോസ് ദ കൺസേൺ ഫോർ മീ. അപ്പോൾ അതുകൊണ്ട് തന്നെയും അവർ മനസ്സിലാക്കേണ്ടത് ജനങ്ങൾ എന്നോടൊപ്പമാണ്, ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒപ്പമാണ്. ജനാധിപത്യമായ രീതിയിൽ അവർക്ക് മറുപടി ലഭിച്ചിരിക്കും. കറക്റ്റ്. ഇനി ഒരെണ്ണം ചോദിക്കേണ്ടത്, അനൂപ് ജി ഈ 12 days ക്യാമ്പയിനിൽ അനൂപ് ജിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ദ ക്യാമ്പയിൻ മീൻസ് യു ഹാവ് വെരി ലെസ് ടൈം, ഒത്തിരി കുറച്ച് ടൈമേ ഉള്ളൂ. മീൻസ് March 14th or 15th I think you started your campaign and April 4th ends it because 2 days before you have to end. അപ്പം അനൂപ് ജിന് കിട്ടുന്നതെന്ന് പറഞ്ഞ ഒരു 16 plus another 20 days. ഈ 20 days ഒത്തിരി കുറവായി എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും സമയം കുറച്ചുകൂടെ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ കഴിവ് തന്നെ മാക്സിമം ഔട്ട്പുട്ട് ഫ്രം ലെസ് ഇൻപുട്ട് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെയും കിട്ടിയിരിക്കുന്ന സമയം കൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് കണ്ടെത്താൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും ഒരു 24/7 വർക്കാണ്. ഇപ്പോഴും ഇത്രയും രാത്രി ലേറ്റ് നൈറ്റായിട്ടിരുന്നു ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മാക്സിമം എഫേർട്സ് ഞങ്ങൾ ഇട്ടു, അതിനെ ഞങ്ങൾ കൗണ്ടർ ചെയ്തോളൂ. അനൂപ് ജി പറഞ്ഞതിൻ്റെ കൂട്ട് ഇവിടെ ഒരു VIP കാൻഡിഡേറ്റ് ആണ് അറ്റ് പ്രസൻറ്റ്. ലൈക്ക് പ്രസൻറ്റ് MLA സുധാകരൻജി ഒരു VIP കാൻഡിഡേറ്റ് ആണ്. മീൻസ് ഹീസ് പോർട്ട്ഫോളിയോ മിനിസ്റ്ററുമാണ്. അപ്പം അങ്ങനത്തെ ഒരു കാൻഡിഡേറ്റ് വാട്ട് ഹി ഹാസ് ഡൺ ടു അമ്പലപ്പുഴ, വാട്ട് ഹി ഹാസ് നോട്ട് ഡൺ, വാട്ട് യു വിൽ ഡു ടു അമ്പലപ്പുഴ. മീൻസ് സുധാകരൻജി എന്തുവാണ് ഇവിടെ ചെയ്തത്, എന്തുവാ ചെയ്തിട്ടില്ല. സോ ഒരു പോർട്ട്ഫോളിയോ മിനിസ്റ്ററിൻ്റെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്തത് താങ്കൾക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. കാരണം യു കാൺ കമ്പയർ മീ വിത്ത് സുധാകരൻ സർ. കാരണം അദ്ദേഹത്തിൻ്റെ ലെവലിൽ ലീഡറായിരിക്കും, ഞാൻ എൻ്റെ ലെവലിൽ ലീഡറാണ്. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടൊരു വ്യക്തിമുദ്ര ഈ മണ്ഡലത്തിൽ പതിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്, ഒരു വാസ്തവമാണ്. അതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ ആദരവും എനിക്ക് അദ്ദേഹത്തോടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ മണ്ഡലത്തിന് ലഭിക്കേണ്ടതായിട്ടുള്ള വികസനം, യഥാർത്ഥ വികസനം ഈ മണ്ഡലത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ചെറിയൊരു ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ ഈ വലിയ രീതിയിലൊരു കോസ്റ്റ് ലൈൻ, ഒരു തീരദേശ മേഖലയുള്ള ഒരു മണ്ഡലമാണ് അമ്പലപ്പുഴ. ഈ അമ്പലപ്പുഴയുടെ കോസ്റ്റ് ലൈനിന് നിരവധി പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, തീരദേശ സംരക്ഷണം. അതായത് കടലാക്രമണത്തിൽ ആളുകളുടെ വീടുകൾ നഷ്ടപ്പെടുന്നു, ആളുകളുടെ സ്ഥലങ്ങൾ പോകുന്നു, ഉപജീവനം നഷ്ടമാകുന്നു. അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഒരു ശാശ്വത പരിഹാരം ഇതുവരെയും അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഇന്ന് ആധുനിക ടെക്നോളജികൾ അവൈലബിളാണ്. ആ ടെക്നോളജികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, പലതരത്തിലുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള തീരദേശ സംരക്ഷണത്തിന് പുതിയ പുതിയ സാധ്യതകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം അത് ചെയ്തില്ല. എന്നെ സംബന്ധിച്ച് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ പിൻബലത്തോടു കൂടി ഈ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തീരദേശ സംരക്ഷണത്തിനൊരു ശാശ്വത പരിഹാരം ഞാൻ കണ്ടെത്തും. ഒന്ന്. രണ്ട്, ഈ മേഖലയ്ക്ക്, ഈ കോസ്റ്റൽ ബെൽറ്റിന് വളരാൻ സാധ്യത കൊടുക്കുന്ന രീതിയിലുള്ള പല പ്രൊജക്ട്സ്, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് തോട്ടപ്പള്ളി ഹാർബർ, വേണ്ട രീതിയിൽ ആ തോട്ടപ്പള്ളി ഹാർബർ വികസിപ്പിച്ചിട്ടില്ല. വർഷങ്ങളായിട്ട് ആളുകൾ കാത്തിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെയും ഇവിടുന്ന് ജയിച്ചിട്ട് പോയ കോൺഗ്രസിൻ്റെ MP, അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു, ശ്രീ KC വേണുഗോപാൽ, അദ്ദേഹവും സുധാകരൻ സാറും എല്ലാവരും വലിയ രീതിയിൽ പ്രോമിസ് കൊടുത്തൊരു പ്രൊജക്റ്റായിരുന്നു അത്. പക്ഷേ എന്നിരുന്നാൽ പോലും ആ പ്രൊജക്റ്റ് ഒരു ലോജിക്കൽ കൺക്ലൂഷനിൽ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ച് ആ ഒരു പ്രൊജക്റ്റിനെ പൊളിച്ചെഴുതി വലിയൊരു പ്രൊജക്റ്റായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ തീരദേശ മേഖലയിൽ വലിയ രീതിയിൽ എംപ്ലോയ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നിസ്സാരമായ പല പല കാര്യങ്ങളും അവർ ചെയ്തിട്ടില്ല എന്നുള്ള വസ്തുതയാണ്. അമ്പലപ്പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാംസ്കാരിക ക്ഷേത്ര നഗരി കൂടിയാണ്. അതിന് അർഹിക്കുന്ന പരിഗണന അതിന് ലഭിച്ചിട്ടില്ല. ഇറ്റ് ഹാസ് നോട്ട് കം ഇൻ ദ ഗ്ലോബൽ പിൽഗ്രിം മാപ്പ്. ഇറ്റ് ഹാസ് ദാറ്റ് പൊട്ടൻഷ്യൽ. ആ ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു പിൽഗ്രിം മാപ്പിലേക്ക് എത്താൻ അമ്പലപ്പുഴയ്ക്ക് സാധ്യതയുണ്ട്. അതിനെ ഞാൻ ആ രീതിയിൽ എത്തിക്കും. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇവിടെ എനിക്ക് ചെയ്യാൻ പറ്റും. ആരോഗ്യരംഗം, വലിയ രീതിയിൽ ആരോഗ്യ രംഗത്തിൽ പോരായ്മകളുള്ളൊരു സ്ഥലമാണിത്. അതിന് ഞാൻ ഒരു എയിംസ് തന്നെ ഇവിടെ കൊണ്ടുവരാനുള്ള എല്ലാ പരിശ്രമം, കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ പിൻബലത്തോടുകൂടി എയിംസ് തന്നെ കൊണ്ടുവരാനുള്ളൊരു എൻ്റെ എല്ലാ പരിശ്രമവും ഉണ്ടാവും. ഇവിടെ ഒരു കാപ്പിത്തോട് എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. വർഷങ്ങളായിട്ട് ആളുകൾ, നൂറുകണക്കിന് ആളുകൾക്ക് ക്യാൻസർ പോലും പിടിപെട്ടുന്ന രീതിയിൽ മലിനമായിട്ട് കിടക്കുന്ന ഒരു തോടാണ് ഈ കാപ്പിത്തോട്.
അതിനെ വൃത്തിയാക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് മോഡേൺ STPകൾ, സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അത് ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ കേന്ദ്രത്തിൽ നിന്ന് ഓൾറെഡി ജലശക്തി മന്ത്രിയുമായിട്ട് സംസാരിച്ചു. ഫണ്ടിൻ്റെ ഒരു പ്രശ്നവുമില്ല. അവിടുന്ന് ഒത്തിരി ഫണ്ടുകൾ തരാൻ കേന്ദ്രം തയ്യാറാണ്. അതിനിവിടെ നടപ്പിലാക്കാൻ ആളില്ല എന്നുള്ളതാണ് പ്രശ്നം. എന്നെ സംബന്ധിച്ച് 6 മാസത്തെ കാര്യമേ ഉള്ളൂ ആ കാപ്പിത്തോട് വൃത്തിയാക്കിയെടുക്കാൻ. നല്ല ക്ലീനാക്കി ഒരു നല്ല തോടാക്കി നല്ലൊരു ജലസ്രോതസ്സാക്കി മാറ്റാൻ എനിക്ക് 6 മാസത്തിൻ്റെ സമയം മാത്രം മതി. നിരവധി കാര്യങ്ങൾ, എല്ലാത്തിലേക്കും ഞാൻ കടക്കുന്നില്ല. ഇപ്പം ഈ ഒരു 10 മിനിറ്റ് അനൂപ്ജിനോട് സംസാരിച്ചപ്പോൾ you had only 12 days, means March 14th, today is 26th. But 12 ദിവസത്തിനകത്ത് you have studied അമ്പലപ്പുഴ like anything. എന്ന് പറയുമ്പോൾ ഇവിടെ പ്രസൻറ്റ് MLAസും MPസും who represent this constituency, അവരൊന്നും പഠിക്കാത്തതാണോ ഇത്, അല്ല പഠിച്ചിട്ട് അതിനെ സൈഡിലോട്ട് വെച്ചതാണോ? Means in 10 minutes now you have told me so many things that you can do it here, and that you studied these things in 12 days. It is not that you have been ഇവിടെ തന്നെ ഇരുന്ന് ഇതിനെപ്പറ്റി പഠിച്ചതല്ല. So you have only 12 days old and you have studied everything. അതെങ്ങനെയാണ്? Means how did you get all this knowledge? ഒന്ന് എൻ്റെ ഭാരതീയ ജനതാ പാർട്ടിയിലുള്ള സ്വാഭാവികമായിട്ടുള്ള ഗ്രൂമിങ്. ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ വളർന്ന ഒരു എളിയ പ്രവർത്തകനാണ്. അപ്പോൾ അതിൻ്റേതായ എല്ലാ ഗുണവും എനിക്ക് ഉണ്ടാവുമല്ലോ. ഭാരതീയ ജനതാ പാർട്ടി പഠിപ്പിക്കുന്നത് തന്നെ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. സോ യു സ്പെൻഡ് ഓൾ യുവർ 24/7 ഡേയ്സ്, 365 ഡേയ്സ് 24/7 ഫോർ ദ സൊസൈറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ട് 24 മണിക്കൂറും സൊസൈറ്റിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം എനിക്ക് കുറച്ച് സമയം കൊണ്ട് പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതും. എന്നെ സംബന്ധിച്ചോളം പാർട്ടി പഠിപ്പിക്കുന്നത് വ്യക്തിയല്ല ആദ്യമേ വരേണ്ടത്, സമൂഹമാണ്. സമൂഹത്തെ ആദ്യമേ മുന്നിൽ വെക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും രാഷ്ട്രീയ നേതാക്കന്മാർ വ്യക്തിയെ ആദ്യം മുമ്പിൽ വെച്ചുകൊണ്ട് സ്വന്തമായിട്ടുള്ള ഉന്നമനവും പാർട്ടിയുടെ ഉന്നമനവും മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ ഉന്നമനം ഒരു 3ാം സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ തീർത്തും അവഗണിക്കപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്നെ സംബന്ധിച്ച് അതില്ല. സമൂഹത്തിൻ്റെ ഉന്നമനം മാത്രമാണ് എൻ്റെ മുമ്പിലുള്ള അജണ്ട. Can you explore something about നിങ്ങളുടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, ജനസേവനം ഫൗണ്ടേഷൻ, ആൻഡ് അതിനകത്ത് I heard that you have done something for 20,000 പേർക്ക് you have done something, because I don't have much knowledge about it. If you can explore that, എല്ലാവർക്കും അറിയട്ടെ എന്തുമാണ് ആ ജനസേവനം ഫൗണ്ടേഷൻ ആൻഡ് വാട്ട് യു ഹാവ് ഡൺ വിത്ത് ദാറ്റ് ഫൗണ്ടേഷൻ. രണ്ട് കാര്യങ്ങളാണ് ഞാൻ മുഖ്യമായിട്ട് അതിനകത്ത് ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന്, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 100 കണക്കിന് പദ്ധതികൾ സാധാരണക്കാരന് ലാഭം ഉണ്ടാകുന്ന രീതിയിൽ, സാധാരണക്കാരന് ഗുണമുണ്ടാകുന്ന രീതിയിലുള്ള 100 കണക്കിന് പദ്ധതികൾ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ജനൌഷധി എന്ന് പറയുന്ന സ്റ്റോറിൽ നിന്ന് ഒരാൾ 8,000-7,000 രൂപയ്ക്ക് മരുന്ന് വാങ്ങിച്ചിരുന്ന ഒരാൾ ഇന്ന് 600-700 രൂപയ്ക്ക് മരുന്ന് വാങ്ങിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു മാറ്റം. അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന പദ്ധതി, ഒരാൾക്ക് ചികിത്സയ്ക്ക് നമ്മുടെ നാട്ടുപുറത്തൊക്കെ എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ, അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സയ്ക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ അന്നേരം കയ്യിൽ പണം ഉണ്ടാകത്തില്ല. അപ്പോൾ ആ പണത്തിന് വേണ്ടിയിട്ട് ആദ്യമേ അയലത്ത് പോവും, അല്ലെങ്കിൽ സ്വർണ്ണം പണയം വെക്കാൻ പോവും, അല്ലെങ്കിൽ വീട് കൊണ്ട് പണയം വെക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് സാധാരണക്കാരനെ സംബന്ധിച്ച്. ആ സാധാരണക്കാരന് 5 ലക്ഷം രൂപ വരെ ഉള്ള ചികിത്സാ സഹായം കൊടുക്കുക, ഇതുപോലുള്ള റവല്യൂഷണറി ആയിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവന്ന ഒരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി പലപ്പോഴും കേരളത്തിൽ അത് താഴെത്തട്ടിൽ എത്തിക്കാൻ ഇവിടുത്തെ ഗവൺമെൻറ്റിനോ ഇവിടുത്തെ സംവിധാനങ്ങളോ ശ്രമിക്കാറില്ല. അതുകൊണ്ട് തന്നെയും ഞാനൊരു ഇനിഷ്യേറ്റീവ് എടുത്തത്, ഈ പദ്ധതികൾ കാര്യക്ഷമമായിട്ട് താഴെത്തട്ടിൽ ജനങ്ങൾ അറിയണം, അവർക്ക് ലഭിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയത്. പല പദ്ധതികളെക്കുറിച്ച് അറിയാനും അത് നേടിയെടുക്കാനും എൻ്റെ അടുത്ത് 100 കണക്കിന് 1000 ആളുകൾ വരാറുണ്ട്. അവർക്കത് നേടിക്കൊടുക്കുക എന്നുള്ളതാണ് ഒന്ന്. 2, സാധാരണക്കാരനെ സംബന്ധിച്ച് അവൻ്റേതായ ഒത്തിരി പ്രശ്നങ്ങളും ആവശ്യങ്ങളുമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഈ വേനൽ സമയത്ത് കുടിവെള്ളത്തിൻ്റെ ക്ഷാമം അമ്പലപ്പുഴ മണ്ഡലത്തിലും ഉണ്ട്. ഈ ഭാഗത്തെല്ലാം വലിയൊരു ക്ഷാമമുള്ളൊരു ഇതാണ്. ആലപ്പുഴയിലും ഉണ്ട്. ആ ഒരു പ്രശ്നം വരുമ്പോൾ അവൻ എങ്ങോട്ടാണ് പോകുന്നത്? ആരെയാണ് ആശ്രയിക്കേണ്ടത്? സ്വാഭാവികമായിട്ട് അവൻ ഉറ്റുനോക്കുന്നത് ഇവിടുത്തെ ജനപ്രതിനിധികളായിരിക്കും, അല്ലെങ്കിൽ പൊതു നേതാക്കന്മാരെ ആയിരിക്കും. ജനപ്രതിനിധികൾ അത് പലപ്പോഴും നടത്തി കൊടുക്കാറില്ല.
അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുക അത് പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണ്. ഞാൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെയുള്ള ആവശ്യങ്ങൾ, ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നടത്താനൊരു ശ്രമം നടത്തുന്നു. അങ്ങനെ നൂറുകണക്കിന് ആളുകൾക്ക്, ആയിരക്കണക്കിന് ആളുകൾക്ക് ജനക്ഷേമകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഇപ്പം പ്രധാനമന്ത്രിയുടെ ഈ 2 കാര്യങ്ങളും ചേർന്നുകൊണ്ടുള്ളൊരു കാര്യമാണ് പ്രധാനമന്ത്രിയുടെ ഒരു അപകട ഇൻഷുറൻസ് പദ്ധതിയുണ്ട്, PM സുരക്ഷാ ബീമാ യോജന. അതായത് 12 രൂപ മാത്രം അടച്ചാൽ മതി 2 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് കവറേജ് കിട്ടും. സാധാരണക്കാരനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ അതൊരു നിസ്സാര പദ്ധതിയായിരിക്കും. പക്ഷേ അവന് ഒരു അപകടം ഉണ്ടായി കഴിയുമ്പോൾ അവനെ സംബന്ധിച്ച് 2 ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ജീവൻ്റെ വിലയാണ്. ആ പദ്ധതിയിലേക്ക് ആളുകളെ ചേർക്കാൻ ഇവിടുത്തെ ആരും ശ്രമിച്ചിട്ടില്ല. ഞാൻ ആയിരക്കണക്കിന് ആളുകളെയാണ് ആ പദ്ധതിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് സ്വന്തം ആദ്യത്തെ ഗഡു അടച്ചുകൊണ്ട്, അതായത് ആ 12 രൂപ ഇത്രയും പേരുടെ അടച്ചുകൊണ്ട്, ആയിരക്കണക്കിന് ആളുകളുടെ അടച്ചുകൊണ്ട് 10-20,000 പേരോളം ആ പദ്ധതിയിൽ ചേർക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്തു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ജനങ്ങളുടെ ക്ഷേമം അത് ഉറപ്പാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം. പിന്നെ 2 കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ താഴെത്തട്ടിലേക്ക് ഗുണകരമായ രീതിയിൽ എത്തണം. ഈ 2 കാര്യങ്ങളും ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ജനസേവന ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നത്, ഇത്ര നാളും പ്രവർത്തിച്ചതും. ഇനിയും ആ രീതിയിൽ തന്നെ, നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകും. അപ്പം ഈ ജനസേവനം ഫൗണ്ടേഷൻ ഇപ്പം അറ്റ് പ്രസൻറ്റ് ഐ തിങ്ക് ഇറ്റ് ഇസ് ഇൻ ത്രിവല്ല. ഇപ്പം അനൂപ് ജി ചെയ്തതിൻ്റെ കൂട്ട് യു ഹാവ് ഡൺ ദിസ്. ഇറ്റ്സ് നോട്ട് മീൻസ് 140 MLA കാൻഡിഡേറ്റ്സോ അല്ലെങ്കിൽ BJPൻ്റെ വേറെ കാര്യകർത്തകൾ അവരൊന്നും ചെയ്തിട്ടില്ല. വൈ ദേ ഹാവ് നോട്ട് ഡൺ? വൈ യു ഗോട്ട് ദിസ് ഐഡിയ ടു ഡു ലൈക്ക് ദിസ്? അതൊരു എന്താ പറയുന്നത്, ഐ ഡോണ്ട് നോ വൈ ദേ ഹാവൻ ഡൺ, ബട്ട് ഐ ടെൽ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണിത്. കാരണം ജനങ്ങൾ ഉറ്റുനോക്കുന്നത് വികസനത്തെയാണ്, ജനങ്ങൾ ഉറ്റുനോക്കുന്നത് അവരെ സഹായിക്കുന്ന രാഷ്ട്രീയത്തെയാണ്, സേവനത്തെയാണ്. അപ്പം അതുകൊണ്ട് തന്നെയും എൻ്റെ ഒരു എല്ലാവരോടുള്ള വിനീതമായ അഭ്യർത്ഥന, രാഷ്ട്രീയത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടിയിലുള്ള എല്ലാ പ്രവർത്തകരോടും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. എന്തുകൊണ്ട് ചെയ്തില്ല എന്നിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഇനിയുള്ള സമയമാണെങ്കിലും വാട്ട് ഹാസ് നോട്ട് ബീൻ ഡൺ, ലെറ്റ്സ് നോട്ട് ഡിസ്കസ് ദാറ്റ്, ബട്ട് വാട്ട് ഷുഡ് ബി ഡൺ, ലെറ്റ്സ് ഡിസ്കസ് ദാറ്റ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള സമയത്ത് കൂടുതൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ ഇങ്ങനെ ജനങ്ങളിലേക്ക് കൂടുതൽ ക്ഷേമകാര്യങ്ങൾ അന്വേഷിച്ചെത്തണം. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ കാര്യക്ഷമമായിട്ട് താഴെ എത്തിക്കാനുള്ള ശ്രമം നടത്തണം. ബിക്കോസ് നോക്കുവാണെങ്കിൽ നമ്മുടെ പ്രസൻറ്റ് ഗവൺമെൻറ്, കേരള ഗവൺമെൻറ്, ദേ ഹാവ് ബീൻ മാർക്കറ്റിംഗ് വെരി വെൽ. മീൻസ് അവർ ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ ടേക്ക്, ബിക്കോസ് ഐ ഹാവ് ബീൻ റോമിങ് ഫോർ 10-12 days നൗ, നമ്മൾ ഇൻറ്റർണൽ റോഡ്സിൽ പോകുമ്പോൾ actually those roads are built by PMKJ, നമ്മുടെ പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന. Because when Nitin Gadkari took that portfolio, we were having some 60-65 kilometers per day. Correct. Ipam it is going to be somewhere around 230-240 kilometers a day. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ല ഒരു പദ്ധതികൾ വരെ അവർ മീൻസ് ദി ഗവൺമെൻറ് ഈസ് പുട്ടിങ് ഇറ്റ് ലൈക്ക് ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ മുനിസിപ്പാലിറ്റി ചെയ്യുന്നതാണ് അല്ലെങ്കിൽ പഞ്ചായത്ത് ചെയ്യുന്നതാണ്, അവിടെ PMKGY വരുന്നില്ല. അപ്പം മീൻസ് വാട്ട് ഐ മെൻറ്റ് ലൈക്ക് നല്ലപോലെ അവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ദേ ഹാവ് സക്സീഡഡ്. എന്താ പറയുന്നത്, ലോക്കൽസ് പറയുമ്പോൾ ഇത് ഞങ്ങളുടെ മീൻസ് പ്രതിനിധി ചെയ്തതാണ്, BJP അല്ല അല്ലെങ്കിൽ സെൻട്രൽ അല്ല. അപ്പം ഹൗ ക്യാൻ യു കൗണ്ടർ ദാറ്റ്? ഇറ്റ് വിൽ ബി എ വെരി ഡിഫിക്കൾട്ട്. അല്ല, അത്ര ഡിഫിക്കൽട്ടൊന്നുമല്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ വളരെയധികം ബോധവാന്മാരാണ്, അഭ്യസ്തവിദ്യരാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് കൂടുതലായിട്ട് അവർ രാഷ്ട്രീയപരമായിട്ട് വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ. എത്ര മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും ഒത്തിരി നാളൊന്നും ഒരു കാര്യത്തെ, ഒരു കള്ളത്തെ കുറേ നാളൊക്കെ അവർക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റും. പക്ഷെ ഒരു കള്ളം തന്നെ പലപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജനങ്ങൾ ഒരു ദിവസം സത്യം എന്താണെന്ന് തിരിച്ചറിയും. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഇവരുടെ ഈ മാർക്കറ്റിംഗ് പരിപാടി മാത്രമേ ഉള്ളൂ എന്ന് ജനങ്ങൾക്കറിയാം. കേരള മോഡൽ ആണെങ്കിലും എന്ത് മോഡലാണെങ്കിലും ഇതെല്ലാം മാർക്കറ്റിംഗ് മാത്രമാണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. ഈ മാർക്കറ്റിംഗ് കൊണ്ട് അധികമാളൊന്നും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി വളരെ ക്രിയാത്മകമായിട്ടുള്ള നടപടികളെടുക്കും. കൂടുതൽ ആളിലേക്ക് അവയർനെസ് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഇനിയും കാര്യക്ഷമമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകും. ജനങ്ങളോട് താങ്കൾക്ക് എന്തെങ്കിലും സന്ദേശം? അമ്പലപ്പുഴയിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അമ്പലപ്പുഴയ്ക്ക് വികസനത്തിന് വലിയ രീതിയിൽ സാധ്യതകളുള്ള ഒരു മണ്ഡലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു തീരദേശ മേഖലയുണ്ട്. ആ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് നല്ല രീതിയിൽ ഉപജീവനം ലഭിക്കാനുള്ള മാർഗങ്ങളുണ്ട്. അതിലേക്ക് ആ വികസന സാധ്യതകൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ അമ്പലപ്പുഴ എന്ന് പറയുന്ന പൈതൃകം, ആ സാംസ്കാരിക നഗരി
അതിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാംസ്കാരിക തലത്തിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമം, പിന്നെ അമ്പലപ്പുഴയ്ക്കുള്ള പ്രശ്നങ്ങൾ, അതായത് ജലക്ഷാമം പോലുള്ള പ്രശ്നങ്ങൾ, ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ, ആരോഗ്യരംഗത്തുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് കഴിവുള്ള ഒരു സ്ഥാനാർത്ഥിയെ അമ്പലപ്പുഴയിൽ നിന്ന് ജയിപ്പിക്കണം. കേന്ദ്രത്തിൻ്റെ പിൻബലത്തോടുകൂടി NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് താമര ചിഹ്നത്തിൽ വോട്ട് തന്ന് വിജയിപ്പിക്കണം. അതുവഴി അമ്പലപ്പുഴയുടെ വികസന സാധ്യതകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് അമ്പലപ്പുഴയെ അതിൻ്റെ വികസനം എവിടെയെല്ലാം എന്തെല്ലാം രീതിയിൽ നടത്താൻ സാധിക്കുമോ അതെല്ലാം ഞാൻ നടത്തും. ജനങ്ങളോടൊപ്പം എന്നും കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പ് കൂടി ഞാൻ ഈ അവസരത്തിൽ തരുന്നു. എന്നെ ഈ അവസരത്തിൽ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് മാത്രം ഞാൻ എല്ലാവരോടും താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. May 2 നമുക്ക് അമ്പലപ്പുഴ പായസം കഴിക്കാമായിരിക്കും ഇല്ലേ? തീർച്ചയായിട്ടും May 2 എല്ലാവർക്കും അമ്പലപ്പുഴ പാൽപ്പായസം മധുരമായിട്ട് വിതരണം ചെയ്യുന്നതായിരിക്കും. അന്ന് ഒരു സന്തോഷത്തിൻ്റെ ദിവസമായിരിക്കും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, എന്നതൊരു സംശയമില്ല. Thank you very much, Anupji. Thank you. Within a short span of time, you have given us time. It was nice talking to you. Wish you good luck. Thank you, Pradeep ji.